ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ വിചാരിച്ചിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. നിങ്ങൾ വിചാരിച്ചാലോട്ട് ആവുകയുമില്ല. നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ച ആൾ വേറെയാണ്. അയാൾക്ക് നിങ്ങളെ ഭൂമിയിലേക്ക് വരണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അത് പല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് നിന്നെ അയച്ചത്. അത് നീ മനസ്സിലാക്കി ജീവിക്കുന്നതാണ് നല്ലത്. അങ്ങനെ എന്തിനാണ് അയച്ചതെന്നോ, മറ്റു പല പദ്ധതികളും നിന്നെ കൊണ്ടുണ്ട്. നീ വിചാരിക്കാത്ത പല സംഗതികളും. നീ ചിലപ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കാണുമ്പോൾ ഒന്ന് മനസ്സിലൊന്ന് വിചാരിക്കും, അയാൾ എന്ത് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന്. അത്ര മതി, നിൻ്റെ ശക്തി അങ്ങോട്ട് പോകും. അയാൾ പിന്നെ രക്ഷപ്പെട്ടോളും. ഇത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് അങ്ങനെ പല പദ്ധതികളും ഉണ്ടാവും അദ്ദേഹത്തിന്. അവിടുന്ന് അതൊക്കെ നിറവേറ്റും. അത് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ആയുസ് അതെല്ലാം തികഞ്ഞു കഴിയുമ്പോൾ മാത്രമേ പോവുകയുള്ളൂ. എത്രയോ സംഗതികൾ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർ നന്നാകുന്നുണ്ടെന്നറിയാമോ? അങ്ങനെ ഓരോ ശക്തിയും ഓരോ മനുഷ്യർക്കും ഉണ്ട്. ഒരു ശക്തി അത് മനസ്സിലാക്കുക.